നമസ്കാരം. ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദിയായിട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി 9:30 കേരള വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള വാട്ടർ അതോറിറ്റിയിലെ എല്ലാ പെൻഷൻ സംഘടനകളും ചേർന്ന് ജലഭവന് മുമ്പിൽ 100 ദിവസമായി സമരം നടത്തി വരുന്നിട്ടും സർക്കാർ കണ്ണു തുറക്കാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാരിൻ്റെ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെൻഷൻ സംഘടനകൾ റിലേ സത്യാഗ്രഹം നടത്തുകയാണ്. അതിൻ്റെ ദയനീയ കാഴ്ചയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണമെന്നും പെൻഷൻ സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. പ്രായം കൂടിയ ഈ പെൻഷൻകാരെ രാത്രികാലങ്ങളിലുമൊക്കെയും ഈ വഴിയോരത്ത് ഇങ്ങനെ കിടത്തുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ രാത്രി 9:30 ഷൂട്ട് ചെയ്യുമ്പോൾ നിരാഹാര പന്തലിൽ കാണുന്ന കാഴ്ചകളാണ് ഇത്. വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 100 ദിവസം നടത്തിയ സത്യാഗ്രഹം സർക്കാരെ കാണാത്തപ്പോൾ റിലേ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനെപ്പറ്റി വി അബ്ദുൽ ബഷീർ നമ്മളോട് സംസാരിക്കുന്നു. എത്ര നാളായി ഈ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്? സമരം അനിശ്ചിതകാല സത്യാഗ്രഹം 100 ദിവസം പിന്നിട്ട് 13-ാം തീയതി 14-ാം തീയതി മുതൽ നിരാഹാര സമരം റിലേ നിരാഹാരം തുടങ്ങി. ഇന്ന് റിലേ നിരാഹാരം 2-ാം ദിവസം, മൊത്തം സമരം 102-ാം ദിവസമായി. 24 മണിക്കൂർ റിലേ നിരാഹാരമാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇന്നലെ ഒരാൾ കിടന്നു, ഇന്നൊരാൾ കിടന്നു, ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് ഓരോരുത്തർ കിടന്ന് എന്നാണോ പെൻഷൻ പരിഷ്കരണം ഉത്തരവാക്കുന്നത് അതുവരെ നിരാഹാരം കിടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് വാട്ടർ അതോറിറ്റിയിലെ 4 സംഘടനകൾ ചേർന്ന പെൻഷനേഴ്സ് കൂട്ടായ്മയാണ് സമരം നടത്തുന്നത്. 10,000-ഓളം വരുന്ന പെൻഷൻകാരെ പ്രതികരിക്കുന്ന 4 സംഘടനകളും ഒന്നിച്ച് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇതിൽ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും ഉൾക്കൊള്ളുന്നതും എല്ലാ ജാതി മത വർഗ സംഘടനകളും ഉൾക്കൊള്ളുന്നതാണ്. 60 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ആളുകൾ ഓരോ ദിവസവും ഈ സമരപ്പന്തലിൽ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നിരാഹാരമായപ്പോഴാണ് ഒരാൾ കിടക്കുകയും ബാക്കി കുറേ ആളുകൾ ഇവിടെ പട്ടവിരിക്കുകയും ചെയ്യുന്ന സംവിധാനം തുടങ്ങിയത്. 102 ദിവസമായി ഇതേ സമരം തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ പല സമരങ്ങളും നടത്തി. ധനകാര്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി, സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, നിയമസഭാ മാർച്ച് നടത്തി, 4 ദിന സത്യാഗ്രഹം നടത്തി. അങ്ങനെ ഓരോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്രയും സത്യാഗ്രഹ സമരങ്ങളൊക്കെ നടത്തിയിട്ടും അനുകൂലമായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് കൂട്ടായ്മ കൂടിയാലോചിച്ച് ഇങ്ങനെയുള്ള സമരത്തിലേക്ക് വന്നത്. വന്ധ്യവയോധികരായ രോഗികളായ പെൻഷൻകാരാണ് ഈ സമരം ചെയ്യുന്നത്. ഒരു ദിവസം 100-ലധികം ആളുകൾ ഈ സമര പന്തലിൽ വന്നു പോകുന്നു. 100 ദിവസം കഴിഞ്ഞ് നിരാഹാരം തുടങ്ങിയപ്പോഴാണ് ആളുകളുടെ എണ്ണം കുറച്ചത്. ഇനിയും ഇത് കണ്ടില്ല എന്ന് സർക്കാർ നടിച്ച് മുന്നോട്ട് പോയാൽ മറ്റ് സമര രീതികളിലേക്ക് കൂട്ടായ്മ യോഗം ചേർന്ന് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ ഈ മേഖലയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാർ ഇതിനൊരു ഐക്യദാർഢ്യം പ്രകടനത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും മാത്രമേ കാണിക്കുന്നുള്ളൂ. അവരൊറ്റക്കെട്ടായി ഈ സമരത്തിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പണിമുടക്കുൾപ്പെടെയുള്ള പരിപാടികളുമായി മുന്നോട്ട് വന്നാൽ സർക്കാരിന് മുട്ടുകുത്തേണ്ടി വരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അവർ ഒരു കൂട്ടായ തീരുമാനത്തിന് എത്താൻ കഴിയുന്നില്ല. ഒറ്റക്കൊറ്റക്കായിട്ടുള്ള സമരമുഖത്തേക്ക് ഒന്ന് വന്നിട്ടുണ്ട്. INTC-ക്കാർ സ്റ്റാഫ് അസോസിയേഷൻ്റെ INTC ഇപ്പോൾ ഉപരോധ സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നോട്ടീസ് കൊടുത്തതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു സമരം വന്നാൽ സർക്കാരിന് കുടിവെള്ളം മുട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി വന്നാൽ ഇന്നത്തെ ജീവനക്കാർ നാളത്തെ പെൻഷൻകാർ എന്നുള്ള ബോധ്യം അവർക്കുണ്ടെങ്കിൽ അവരത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വന്ന് ഈ വന്ധ്യവയോധികരായ 60 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള വൃദ്ധന്മാരായ രോഗികളായ പെൻഷൻകാരെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നുകൂടി ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഏതായാലും ആ രീതിയിലൊന്നും വന്നില്ലെങ്കിലും ഞങ്ങളുടെ ഈ സമരവുമായി മുന്നോട്ട് പോകും. ഈ സമരം ഇപ്പോൾ 102-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇത് എത്ര ദിവസം വേണമെങ്കിലും സമരം കിടക്കാനും സമരത്തിന് തയ്യാറായിട്ട് തന്നെയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്.
ഇന്നത്തെ സമരത്തിൽ കോട്ടയം ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും പ്രവർത്തകരാണ് ഇന്നത്തെ ഈ സമരത്തിൽ ഈ രാത്രിയും ഇവിടെ തങ്ങി ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളും തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന പ്രവർത്തകരും മുഴുവൻ പ്രവർത്തകരും ഒക്കെ ഇവിടെ വന്നു പോകുന്നു. രാത്രി കുറച്ച് ആളുകൾ മാത്രം ഈ സമരം കിടക്കുന്ന ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അയാൾക്ക് സഹായിക്കാനും വേണ്ടി ഇവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സമരത്തിൻ്റെ രീതി. ആ രീതിയിൽ ഇത് മുന്നോട്ട് പോകും. നാളെ രാവിലെ 10 മണിക്ക് ഇന്ന് കിടക്കുന്ന ആൾ മാറി 10 മണിക്ക് നാളെ വേറെ ആൾ കിടക്കും. അങ്ങനെ രാവിലെ 10 മുതൽ പിറ്റേ ദിവസം രാവിലെ 10 മണി വരെയാണ് ഈ സമര പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ മന്ത്രിയും ധനകാര്യമന്ത്രിയും തമ്മിൽ ധനകാര്യമന്ത്രിയുടെ കയ്യിലാണ് ഈ ഫയൽ ഇരിക്കുന്നത്. എല്ലാ കുറികൾക്കും മറുപടിയോടുകൂടി വാട്ടർ അതോറിറ്റിയുടെ വരുമാനത്തിൽ നിന്നും 2.47 കോടി രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ പരിഷ്കരണത്തിന് ആവശ്യമായത്. അത് വാട്ടർ അതോറിറ്റി നൽകിക്കൊള്ളാമെന്ന് സർക്കാരിനെ അറിയിച്ചിട്ട് പോലും സർക്കാരിനൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത കാര്യമായിട്ട് പോലും സർക്കാർ അതിന് എന്തുകൊണ്ടാണ് അംഗീകാരം നൽകാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും ധനകാര്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി. എല്ലാ കുറിയും കഴിഞ്ഞിട്ട് ഇപ്പോഴും വീണ്ടും 10-20 ദിവസത്തോളമായി ധനകാര്യമന്ത്രി ഫയൽ ഒപ്പിടാതെ വെച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. ധനകാര്യമന്ത്രിയെയും ജലവിഭവ മന്ത്രിയെയും മാറി മാറി ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് അസംബ്ലിയിൽ തന്നെ പോയി ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. പക്ഷേ ഈ 2 മന്ത്രിമാരും ഒരുമിച്ചിരുന്നൊരു സംസാരം നടത്തിയാൽ ഇത് തീരാവുന്ന പ്രശ്നമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അവർക്കതിന് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ മന്ത്രിമാരുടെ കൂട്ടായ ഒരു ശ്രമമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടാൽ ഈ പ്രശ്നം തീർക്കാൻ കഴിയും. വലിയൊരു സാമ്പത്തിക ബാധ്യതയൊന്നും വരുന്നില്ല. മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇവിടെ ക്ഷാമബത്ത കുടിശ്ശികയുണ്ട്, മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട്. അതൊക്കെ ഓരോ മാസവും കുറേശ്ശെ തന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും ഈ പെൻഷൻ റിവിഷൻ്റെ കുടിശ്ശിക പോലും മറ്റ് സർക്കാർ മേഖലകളിലൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നാൽ മതി എന്ന് വരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ പരിഷ്കരണമാണ് ഞങ്ങൾക്ക് ആവശ്യം. 2014 കിട്ടിയ പെൻഷൻ കൊണ്ടാണ് ഇന്ന് 2024 ഈ പാവപ്പെട്ട പെൻഷൻകാർ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഓരോ സാധനത്തിൻ്റെയും വിലവർധനവും ഒക്കെ കണക്കിലാക്കി മരുന്നുകളുടെ ഓരോ പെൻഷൻകാരനും ഓരോ ദിവസവും ആവശ്യമുള്ള മരുന്നുകൾ ഒരു മാസം ഒരു പെൻഷൻകാരനും അവരുടെ സഹധർമ്മിണിക്കും കൂടി വേണ്ടി വന്നത് 3000 മുതൽ 10000 രൂപ വരെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ പെൻഷൻകാരിൽ 60% ഫാമിലി പെൻഷൻകാർ അല്ലെങ്കിൽ 15000 രൂപയ്ക്ക് താഴെ പെൻഷൻ വാങ്ങുന്നവരാണ്. ഇതൊന്നും സർക്കാർ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഞങ്ങളെക്കൊണ്ട് വന്ധ്യവയോധികരായ ഞങ്ങളെക്കൊണ്ട് ഇത്തരത്തിലുള്ള സമരം മാത്രമേ ചെയ്യാൻ, സഹന സമരം മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഈ പെൻഷൻ പരിഷ്കരണം എത്രയും പെട്ടെന്ന് ഉത്തരവാക്കി മുന്നോട്ട് പോകണം. ഈ ഫെബ്രുവരി 25 ഇവിടെ ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണ്. ആ പൊങ്കാലയ്ക്കും ഞങ്ങളിവിടെ പൊങ്കാലയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഈ പൊങ്കാലയിടുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഈ സമരം പന്തൽ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഈ കേരള സംസ്ഥാനത്തെയും അന്യ സംസ്ഥാനത്തെയും മുഴുവൻ ആളുകളും ഇത് കാണും എന്നുള്ളൊരു വിചാരമെങ്കിലും ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുണ്ടെങ്കിൽ അതിന് മുമ്പ് ഈ സമരം തീർക്കാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പെൻഷൻസ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സംഘടനകൾ ചേർന്നാണ്? വാട്ടർ അതോറിറ്റിയിലെ പെൻഷനേഴ്സ് കോൺഗ്രസ്, പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ, റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്നീ 4 സംഘടനകൾ കൂടുന്നതാണ് പെൻഷനേഴ്സ് കൂട്ടായ്മ. വേറെ സംഘടനകൾ പെൻഷൻകാർക്ക് വാട്ടർ അതോറിറ്റിയിൽ ഇല്ല. ഈ 4 സംഘടനകൾ മാത്രമേ ഉള്ളൂ. രാവിലെ തൊട്ട് നിരാഹാര സത്യാഗ്രഹമാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. ഇനി നാളെ രാവിലെ 10 മണി വരെ ആണ്. ഞാൻ ബാബുരാജ് മലപ്പുറത്ത് നിന്ന് വന്നതാണ്. എന്നായിരുന്നു പേര്? ബാബുരാജ്, മലപ്പുറത്ത് നിന്ന് ബാബുരാജ്. ഏത് സംഘടനയുടെ പ്രതിനിധിയാണ്? ഞാൻ പെൻഷനേഴ്സ് കോൺഗ്രസിൻ്റെ. അല്ല, ഈ സമരം നമ്മൾ തുടങ്ങിയിട്ട് 92 ദിവസമായി. ആദ്യം ഞങ്ങൾ സമാധാനപരമായ ഒരു സത്യാഗ്രഹ സമരമായിട്ടാണ് ആരംഭിച്ചത്. 100 ദിവസം പൂർത്തിയായതിനു ശേഷമാണ് 14-ാം തീയതി മുതൽ അത് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്. വെറും 2.47 കോടി രൂപയാണ് ഈ പെൻഷൻ പരിഷ്കരണത്തിന് മാസം തോറും ബാധ്യത വരുന്നതെന്ന് ഗവൺമെൻറ്റിലേക്ക് വാട്ടർ അതോറിറ്റി മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. ഈ ബാധ്യത
വാട്ടർ അതോറിറ്റി മാനേജ്മെൻറ്റ് തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് തന്നെ വഹിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഈ വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻ പരിഷ്കരണത്തിന് ബാധിക്കുന്നില്ല. കാരണം അതോറിറ്റിയുടെ തനത് ഫണ്ടിൽ നിന്നും ഈ ചെലവ് നേരിട്ട് കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷവും ഈ പെൻഷൻ പരിഷ്കരണം നീട്ടിക്കൊണ്ടുപോയിട്ട് ഈ വയോജനങ്ങളെ ഈ തെരുവോരത്ത് ഇങ്ങനെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നത് തികച്ചും സർക്കാരിൻ്റെ ഈ പെൻഷൻകാരോടുള്ള അവഹേളനം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ വകുപ്പ് മന്ത്രിയും ധനകാര്യമന്ത്രിയും ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിഷേധാത്മക നിലപാടിനോട് നമുക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം നമ്മൾ ഈ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നു. തികച്ചും വയോജനങ്ങളായതുകൊണ്ട് പെൻഷനേഴ്സ് ആയതുകൊണ്ട് നമുക്ക് മറ്റു സമരപരിപാടികളിലേക്ക് കടക്കാൻ നിർവാഹമില്ല. ഏതായിരുന്നാലും ഈ സമരം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാണോ സർക്കാർ ഈ പെൻഷൻ പരിഷ്കരണം നമുക്ക് അനുവദിക്കുന്നത് അതുവരെ ഈ സമരം തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അസംബ്ലിയിൽ ഈ പെൻഷൻകാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ താരിഫ് വർധനയ്ക്ക് ശേഷം ഇത് നടപ്പാക്കാം എന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയത്. വാട്ടർ അതോറിറ്റി വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കുകയും മുമ്പ് ഏകദേശം 50 കോടിക്കടുത്തുണ്ടായിരുന്ന പ്രതിമാസ റവന്യൂ വരുമാനം ഈ വെള്ളക്കര വർധനവിന് ശേഷം 100 കോടിക്കടുത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിനും ഇപ്പോൾ മന്ത്രി അദ്ദേഹത്തിൻ്റെ വാക്ക് പിൻവലിച്ചിരിക്കുന്നു, വാക്ക് പാലിക്കുന്നില്ല. ഈ പരിഷ്കരണത്തിന് ശേഷവും റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചതിന് ശേഷവും പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ മാത്രം അദ്ദേഹം നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ പെൻഷൻകാരോടുള്ള ഈ അവഹേളനം നമുക്കിനിയും കുറയ്ക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സമരം തുടരുന്നത്. വിജയം വരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.